ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഇന്ന് സ്കന്ദഷഷ്ഠിയായിരുന്നു. തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിവുണ്ടായിരിക്കും അല്ലേ? ഉദയനാപുരത്താണ് ഈ പഴനിമല മുരുകൻ്റെ അമ്പലം കഴിഞ്ഞാൽ ഏറ്റവും വലിയ കേരളത്തിലെ വലിയൊരു അമ്പലം തന്നെയാണ് നമ്മുടെ ഉദയനാപുരത്തപ്പൻ. അതായത് ബാക്കിത്തപ്പൻ്റെ തിരുമകനായ ഉദയനാപുരത്തപ്പൻ കാർത്തികേയ സ്വാമിയുടെ അമ്പലം. അപ്പോൾ ഇന്ന് അവിടെ സ്കന്ദഷഷ്ഠിയായിരുന്നു. രാവിലെ മുതൽ ഭക്തജനങ്ങളുടെ പ്രവാഹം തന്നെയായിരുന്നു. എങ്കിലും ഏകദേശം ഒരു 4:30-5 മണിയോട് കൂടിയാണ് ഇന്ന് ഷഷ്ഠി പൂജ കഴിഞ്ഞത്. ഷഷ്ഠി പൂജ കഴിഞ്ഞപ്പോൾ എല്ലാ ആളുകളും വഴിപാടായിട്ട് നമ്മുടെ ഷഷ്ഠിയുടെ ചോറ് കിട്ടി. അവിടെ നമുക്ക് കറികളും അച്ചാറും ഒക്കെ തന്നു. അങ്ങനെ ഭംഗിയായിട്ട് ഇന്ന് സ്കന്ദഷഷ്ഠി തൊഴാനായിട്ട് പറ്റി. ഷഷ്ഠി തൊഴുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഷഷ്ഠി തൊഴുന്നത് കൊണ്ട് നമ്മുടെ ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അന്നത്തെ സ്കന്ദഷഷ്ഠിയുടെ പ്രാധാന്യം. അതുപോലെ തന്നെ എല്ലാ മാസത്തിലും ഷഷ്ഠിയുണ്ട്. ഷഷ്ഠി വ്രതം എടുക്കുന്നവരുണ്ട്. ഏകദേശം 7 ദിവസമെങ്കിലും ഷഷ്ഠി വ്രതം എടുക്കണം. അതിനായി ഇറച്ചി, മീൻ, മുട്ട മുതലായവ ഒന്നും കഴിക്കാതെ തന്നെ വേണം നമ്മൾ ഷഷ്ഠി വ്രതം എടുക്കാനായിട്ട്. ഷഷ്ഠി വ്രതം എടുത്ത് വന്ന് ഭഗവാനെ കണ്ടു തൊഴുന്നതിന് ശേഷം അവിടുത്തെ അന്നദാനത്തിൻ്റെ ചോറുണ്ട്. നമുക്ക് പടച്ചോറ് കിട്ടും. ഒരു പടച്ചോറിന് 20 രൂപയാണ്. ആ ഒരു പടച്ചോറ് മേടിച്ച് അതിൽ തൈരും പച്ചമുളകോ അച്ചാറോ കൂട്ടി നമ്മൾ ഭക്ഷണം കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കേസ് വിശേഷം? ഒടുക്കത്തെ മഴയാണ്, വല്ലാത്ത മഴയായിരുന്നു. ഇന്ന് മഴ തോർന്നിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ന്യൂനമർദ്ദം കാരണം മഴയെല്ലാം കഠിനമായ മഴയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളാണ്. എങ്കിലും അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. ഓക്കെ ഗൈസ്, വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓക്കെ, ബൈ.